സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. കൊടും ചൂടിൽ നാട് വെന്തുരുകുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുകയാണ് വിശ്വാസികൾ. എടവണ്ണ പത്തപ്പിരിയം ഇംദാദുൽ ഇസ്ലാം മഹല്ല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മഴ ലഭിക്കുന്നതിനായി പ്രാർത്ഥന നടത്തിയത്. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഈ കരങ്ങളെ നീ വെറും കൈയോടെ മടക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് ഇനി ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് ഇനി വർഷിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് ഇനി വർഷിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് ഇനി വർഷിപ്പിക്കണേ റബ്ബേ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാഹ്. പത്തപ്പിരിയം മുർഷിദിൽ അനാ മദ്രസ ഗ്രൗണ്ടിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്ക് മൊയ്തീൻ കോയ മദീനി നേതൃത്വം നൽകി. വിദ്വേഷങ്ങളില്ലാത്ത മനസ്സുമായി അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന സമയമാണിതെന്ന് അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ജലത്തിന്റെ ദുരുപയോഗവും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും തടയാൻ വിശ്വാസികൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. ഈ ഉപദേശം നിറവേറ്റാനുള്ള തൗഫീഖും സന്മനസ്സും ആരോഗ്യവും പടച്ചറബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. വരൾച്ചയുണ്ടാകുമ്പോൾ, മഴ പെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മഴ പെയ്യാൻ വൈകുമ്പോൾ പരിശുദ്ധ ഇസ്ലാം സുന്നത്താക്കിയ ഒരു ചര്യയാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖ അഥവാ സ്വലാത്തുൽ ഇസ്തിഗാസ. സ്വലാത്തുൽ ഇസ്തിസ്ഖ എന്നും പറയും, സ്വലാത്തുൽ ഇസ്തിഗാസ എന്നും പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പല രൂപത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 5 നേരത്തെ നമസ്കാരങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഒറ്റക്കായി, ചിലപ്പോൾ പ്രാർത്ഥന മാത്രം, മറ്റു ചിലപ്പോൾ ജുമുഅ നമസ്കാരത്തിൻ്റെ ഖുതുബയുടെ കൂടെ, മറ്റു ചിലപ്പോൾ മറ്റു നമസ്കാരങ്ങളുടെ പിറകെ. ചില സന്ദർഭങ്ങളിൽ ഖുതുബയില്ലാതെയും നമസ്കാരമില്ലാതെയും പ്രാർത്ഥന മാത്രവും നടത്തിയിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആവശ്യമുള്ളവരാണ്. റഹ്മത്തും ഖൈറും എന്ന് പറയുന്നത് പടച്ചറബിൻ്റെ കയ്യിൽ മാത്രമാണ്. വമാ ബിക്കും മിൻ നിഅമത്തി മിനല്ലാഹ് ഫമിനല്ലാഹ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു അനുഗ്രഹവും പടച്ചറബിൻ്റെ പക്കൽ നിന്നാണ്. മാത്രമല്ല, അനുഗ്രഹം നമ്മളോട് ചോദിക്കുവാനും ചോദിച്ചാൽ ഞാൻ നൽകാമെന്നുള്ളതും പടച്ചറബിൻ്റെ കരാറാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഒരു മുഹാസബത്തു നഫ്സ്, സ്വന്തം ശരീരത്തിന് വിചാരണക്കെടുക്കുക. എല്ലാവരും, തൊഴിലാളിയും മുതലാളിയും, പണ്ഡിതനും പാമരനും, കച്ചവടക്കാരനും ജോലിക്കാരനും, അധ്യാപകന്മാരും വിദ്യാർത്ഥികളും, രക്ഷിതാക്കളും മക്കളും എല്ലാവരും കൂടി പടച്ചറബിനോട് പ്രാർത്ഥിക്കുക. പടച്ചറബ് ഒരു മുഹാസബത്തു നഫ്സ് നടത്തുക. എന്റെ പക്കൽ സംഭവിച്ച തെറ്റെന്താണ്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്റെ കാരണത്താൽ എങ്ങാനും ഒരു മഴത്തുള്ളി വരാതിരിക്കാൻ കാരണം ഞാനാണെങ്കിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്താണ്? സ്വഹീഹായ ഹദീസിൽ കാണാം, മോശമായ മനുഷ്യന്മാര് മരിക്കുമ്പോഴേ സന്തോഷിക്കുന്ന ചില വർഗങ്ങളുണ്ട്. ആരാണെന്നറിയുമോ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്ത മൃഗങ്ങളാണ്. അതേപോലെ തന്നെ വന്യജീവികളാണ്. നമ്മളെ തൊഴുത്തിൽ കെട്ടിയ വന്യമൃഗങ്ങൾ, അതേപോലെ കാട്ടിലുള്ള മരങ്ങൾ, അതേപോലെ വൃക്ഷങ്ങളും അതേപോലെ സാധനങ്ങളും നമുക്കെതിരെ അഥവാ മോശമായ മനുഷ്യന്മാർ മരിക്കുമ്പോൾ സന്തോഷിക്കുകയാണ്. എന്ന് വെച്ചാൽ അവന്റെ കാരണത്താലാണ് പടച്ചറബ് എനിക്ക് വെള്ളം മുടക്കുന്നതെന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ കാരണത്താൽ, സംസാരിക്കുന്ന ഞാൻ കാരണത്താൽ, എന്റെ സംസാരം കേൾക്കുന്ന നിങ്ങൾ കാരണത്താൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ തൊഴുത്തൊരു മൃഗം സന്തോഷിക്കുന്ന ഒരവസ്ഥ നല്ലതല്ല, അത് മോശമാണ്. അതിനാൽ നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. മാറേണ്ടത് നമ്മളാണ്. റബ്ബിനെ കുറ്റം പറയുകയല്ല വേണ്ടത്, നേരെ മറിച്ച് മാറേണ്ടത് നമ്മളാണ്.
വരൾച്ചയുണ്ടായപ്പോൾ ഇസ്തിസ്ഖാ, മഴയെ തേടിയുള്ള പ്രാർത്ഥന, നമസ്കാരം അള്ളാന്റെ ഹബീബ് ചെയ്തതാണ്. മുത്തുനബി ആളുകൾ ഒരുമിച്ച് കൂട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ പ്രിയപ്പെട്ടവരെ അപ്രകാരം മാത്രമേ ഉള്ളൂ. ഒരു വാക്കുണ്ടല്ലോ, ഇന്നമാ അംറു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല കുൻ ഫയകൂൻ. റബ്ബെങ്ങാനും ഉദ്ദേശിച്ചാൽ കുഞ്ഞെന്ന് പറയേണ്ട താമസം ഉണ്ടാകും. ഈ മഴ വർഷിക്കാൻ, മഴത്തുള്ളികൾ കിട്ടാൻ പടച്ച റബ്ബിന്റെ ഒരു വാക്ക് മാത്രം മതി. കുഞ്ഞെന്ന് പറയേണ്ട താമസം. കുഞ്ഞെന്ന് പറയാത്തതല്ല നമ്മെ പ്രയാസപ്പെടുത്താനല്ല, നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങുക എന്നല്ലാതെ, തൗബ ചെയ്ത് മടങ്ങുക എന്നല്ലാതെ രണ്ടാമത്തൊരു ചോയ്സ്, രണ്ടാമത്തൊരു മാർഗം അതില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഈ മഴ കിട്ടിയത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്, അവന്റെ റഹ്മത്ത് കൊണ്ടാണ് എന്ന് വെച്ചാൽ മഴയെ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടിയിലേക്ക് ചേർത്തി പറയുന്നത് അതിന്റെ പേര് കുഫറാണ്, അവൻ കാഫിറാണ് എന്ന് വെച്ചാൽ വിഷു അല്ലേ, അതിന് മുമ്പൊരു മഴ ഉണ്ടാകും. വിഷു അല്ലേ, അതിന് ശേഷം ഒരു മഴ ഉണ്ടാകാം. വാവാണല്ലോ, ഞാറ്റുവേലയാണല്ലോ. അപ്രകാരം ഞാറ്റുവേലയിലേക്കും വിഷുവിലേക്കും വാവിലേക്കും ഒക്കെ മഴയെ ചാത്തി പറയുന്നത് കുഫറാണെന്നാണ് അള്ളാന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചത്. മാത്രമല്ല, ആ ഒന്നാമത്തെ മഴ കൊള്ളുന്നത് അത് സുന്നത്താണ്. അള്ളാന്റെ ഹബീബ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ സംഭവം കഴിഞ്ഞ് മുത്തനബി പള്ളിയിൽ നിന്ന് പോകുമ്പോ അള്ളാന്റെ ഹബീബ് തന്റെ വസ്ത്രം ഒന്ന് മാറ്റിക്കൊടുത്തു. എന്നിട്ട് അള്ളാന്റെ ഹബീബ് ഒരു ഗ്രാമക്കാർ, ഒരു പ്രദേശക്കാർ ആരായിരുന്നാലും, ഇടവണ്ടക്കാരാണെങ്കിലും പത്തപരിയത്തുകാരാണെങ്കിലും എന്ന് വേണ്ട ഏതൊരു ഗ്രാമക്കാരാണെങ്കിലും വിശ്വസിക്കുകയും അതേപോലെ റബ്ബിനെ പേടിക്കുകയും ചെയ്താൽ എന്താ റബ്ബ് നൽകുന്നത്? ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള സകലമായ ബർക്കത്തുകളും നിങ്ങൾക്ക് തുറന്നു തരുമെന്നാണ്. ആ ബർക്കത്തിൽ ഒന്നാമതാണ് മഴയാണ്. ആ മഴ ലഭിച്ചാലാണ് ഭൂമി ലോകത്ത് നിന്ന് സാധനങ്ങൾ വളരുക. അതേപോലെ നന്മ ചെയ്യുന്നവരാവുക, അതിലേക്ക് ക്ഷണിക്കുന്നവരാവുക. കാരണം എന്താണെന്ന് അറിയുമോ? ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ. പടച്ച റബ്ബിന്റെ റഹ്മത്തെ, ഈ റഹ്മത്തിന് പണ്ഡിതന്മാർ നൽകുന്ന അർത്ഥം എന്താണെന്ന് അറിയുമോ? മഴ എന്താണ്? ആ റഹ്മത്ത് അത് സുഹൃതം ചെയ്യുന്ന ആളുകളോട് അത് സമീപസ്ഥമാണ്, ഏറ്റവും അടുത്തെന്നാണ്. സെറ ഗോൾഡൻ ഡയമണ്ട്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.